ഏവർക്കും SAT ഹോസ്പിറ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമായ US ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെയും കുട്ടികളെയും കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും ഉപയോഗവും കഴിഞ്ഞ കുറച്ച് നാളുകളായി നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വളർന്നു വരികയാണ്. കുട്ടികളിലെ ലഹരി ഉപയോഗം മാതാപിതാക്കൾക്ക് എങ്ങനെ മനസ്സിലാക്കാം, കുട്ടികളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെയുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗത്തിലെ പ്രൊഫസറായ ഡോക്ടർ അരുൺ ബി നായർ സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ ഒരു ലഹരിയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യമായി സാറിന് തോന്നിയിട്ടുള്ളത്? കുട്ടികൾ പ്രധാനമായിട്ടും 4 കാരണങ്ങൾ കൊണ്ടാണ് ലഹരിയിലേക്ക് പോകുന്നത്. ഒന്ന്, ഇതെന്താണ് ഈ സംഗതി എന്ന് അറിയാനുള്ളൊരു താല്പര്യം, ഇത് ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നറിയാനുള്ളൊരു കൗതുകത്തിൻ്റെ ഫലമായിട്ട് പല ആളുകളും ഇത് പരീക്ഷിച്ച് തുടങ്ങാറുണ്ട്. രണ്ടാമതൊരു വിഭാഗം കുട്ടികളാണെങ്കിൽ ഈ മുതിർന്നവരെ അനുകരിച്ചുകൊണ്ട് ഈ ലഹരിയിലേക്ക് വരാറുണ്ട്. പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളിലും ചലച്ചിത്രങ്ങളിലും ഒക്കെ കാണുന്ന ചില ആളുകൾ ലഹരി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ചില സെലിബ്രിറ്റികൾ ലഹരി ഉപയോഗിക്കുന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരണങ്ങൾ വരുന്നു. ആ സ്വാധീനത്തിന് വഴങ്ങി അതുപോലെ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു അനുകരണത്തിൻ്റെ ഭാഗമായിട്ട്. മൂന്നാമത് സമപ്രായക്കാരുടെ സമ്മർദ്ദമാണ്. ഇപ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ലഹരി ഉപയോഗിക്കുന്നൊരു ഗ്യാങ് ഉണ്ട്, എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ അതിൻ്റെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിച്ചേ പറ്റൂ, കാരണം അതിലെ അംഗങ്ങളെല്ലാം ലഹരി ഉപയോഗിക്കുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു. നാലാമതൊരു ചെറിയ വിഭാഗം കുട്ടികൾ അടിസ്ഥാനപരമായിട്ട് കുറച്ച് ഉത്കണ്ഠയും വിഷാദവും ഒക്കെ ഉള്ള ആളുകളാണ്. അവർക്ക് ചെറിയ കാര്യത്തിന് ടെൻഷനും പേടിയൊക്കെ വരും. അപ്പോൾ ഇത് മറികടക്കാനായിട്ടൊരു ഔഷധമെന്ന നിലയിൽ ലഹരി ഉപയോഗിക്കും. പരീക്ഷ പേടിയുള്ള ആളിനോട് ഏതെങ്കിലും ഒരു സീനിയർ വിദ്യാർത്ഥി പറഞ്ഞു കൊടുക്കും, ഇതൊന്നും ഉപയോഗിച്ചാൽ മതി, നിനക്കൊരു ടെൻഷനും ഇല്ലാതെ പരീക്ഷ എഴുതാം. അങ്ങനെ കേട്ടിട്ട് ഈ ടെൻഷൻ മറികടക്കാനായിട്ട് ഇപ്പോൾ ഈ 4 തരത്തിലാണ് പ്രധാനമായിട്ടും കുട്ടികൾ ലഹരി ഉപയോഗത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. കുട്ടികൾ ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നതിന് എന്തെങ്കിലും കോമൺ ഫാക്റ്റ് ഉള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം വീട്ടിൽ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം വഷളാണെങ്കിൽ കുട്ടികൾ ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. വീട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അവരെ മാതൃകകളായി കുട്ടികൾ സ്വീകരിക്കാനും സാധ്യത. ഇപ്പോൾ വീട്ടിൽ കുട്ടികളുടെ മുൻപിൽ വെച്ച് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് കണ്ട് അതുപോലെ അനുകരിക്കാൻ കുട്ടികൾ ശ്രമിക്കും. കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ അവരും വീട്ടിലിരുന്നു കൊണ്ട് ഈ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങും. അച്ഛനും അമ്മയും തമ്മിൽ വളരെ മോശപ്പെട്ട ബന്ധമാണ് ഉള്ളതെങ്കിൽ അതും ഈ കുട്ടികളെ ലഹരിയിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം വഴക്കുകളാണ്, അല്ലെങ്കിൽ ഗാർഹിക പീഡനം നടക്കുന്നു, ആ ഒരു അന്തരീക്ഷവും. അതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം, ഈ കുട്ടികളുമായിട്ട് ആരോഗ്യകരമായ ബന്ധം പുലർത്താത്ത വീട്ടുകാർ എന്ത് കാരണം കൊണ്ടായാലും, ചിലപ്പോൾ തിരക്ക് കൊണ്ടായിരിക്കും, അവർക്ക് കുട്ടികൾക്ക് വേണ്ട സമയം കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ മാതാപിതാക്കൾക്കും കുട്ടികളും തമ്മിൽ ആരോഗ്യകരമായ ബന്ധമില്ല എങ്കിൽ കുട്ടികളെ വേണ്ട രീതിയിൽ സ്നേഹിക്കാനും അവർക്കൊരു സാമീപ്യം നൽകാനും മാതാപിതാക്കൾക്ക് എന്ത് കാരണം കൊണ്ടാണെങ്കിലും കഴിയുന്നില്ലെങ്കിൽ അത്തരം കുട്ടികളും ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെ ലഹരി വസ്തുക്കളാണ് സാധാരണ കുട്ടികൾ ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നത്? കുട്ടികൾ ആദ്യം ഉപയോഗിക്കുന്നത് പുകയില ഉൽപ്പന്നങ്ങളാണ്. ഈ പുകയില ഉൽപ്പന്നങ്ങളാണ് ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് പറയും. അതായത് ലഹരി വസ്തുക്കളുടെ മായാലോകത്തിലേക്കുള്ള വാതായനം എന്ന് പറയുന്നത് പുകയില ഉൽപ്പന്നങ്ങളാണ്. സിഗരറ്റിൻ്റെയോ ബീഡിയുടെയോ രൂപത്തിലോ, അല്ലെങ്കിൽ ഈ പാൻ മസാല പോലെ പാക്കറ്റിൽ വരുന്ന രൂപത്തിലോ ഒക്കെ ആയിരിക്കും. ഒരു 12നും 13നും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് നമ്മുടെ നാട്ടിൽ കുട്ടികൾ ഇത്തരം സംഗതികൾ ഉപയോഗിച്ച് തുടങ്ങുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞ് ബിയർ പോലെയുള്ള മദ്യം ചെറിയ അളവിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നീട് കൂടുതൽ മദ്യം അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ ഉപയോഗിക്കുന്നു. അതിനുശേഷം കഞ്ചാവിലോട്ട് നീങ്ങുകയാണ്. ഈ കഞ്ചാവ് വളരെ വ്യാപകമായിട്ട് വിദ്യാലയങ്ങളിൽ നിന്ന് ലഭ്യമാണ്, പല രൂപത്തിലത് ലഭ്യമാണ്. അതിനുശേഷമാണ് പലപ്പോഴും ഈ രാസലഹരികൾ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്ന വസ്തുക്കളിലേക്ക് പോകുന്നത്. അതിൽ ഏറ്റവും വ്യാപകമായിട്ട് ഇപ്പോൾ ഉള്ളത് MDMA എന്ന് പറഞ്ഞ ആംഫിറ്റമിൻ വിഭാഗത്തിൽപ്പെടുന്നൊരു പദാർത്ഥമാണ്. അത് ഗുളിക രൂപത്തിൽ ലഭ്യമാണ്, പൊടിയുടെ രൂപത്തിൽ പൊടിച്ച് കൊടുക്കും, ഇപ്പം മിഠായിയുടെയും മറ്റു പല രൂപത്തിലും അത് ലഭ്യമാണ്. പിന്നീട് കൊക്കൈൻ പോലെയുള്ള ചില പദാർത്ഥങ്ങൾ വലിയ നഗരങ്ങളിൽ ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ ലഭ്യമാണ്. അതുപോലെ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഉപയോഗിക്കുന്ന ബ്രൗൺ ഷുഗർ എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്ന ഓപ്പിയോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന ലഹരി വസ്തുക്കളും ചില പ്രത്യേക സ്ഥലങ്ങളിൽ ലഭ്യമാണ്. ഇതൊക്കെയാണ് കുട്ടികൾ ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളായിട്ട് കാണപ്പെടുന്നത്. മിഠായി രൂപത്തിലുള്ള ലഹരി വസ്തുക്കൾ സാധാരണ കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കാനും ഇതിലേക്ക് കൊണ്ടുവരാനും പെട്ടെന്ന് കഴിയുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഇത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ഉപയോഗിച്ച് തുടങ്ങുന്നത്? പലപ്പോഴും ഇത് അറിയാതെയാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത്. കാരണം മിഠായിയുടെ രൂപത്തിൽ ലഭ്യമാണ്, പാനീയങ്ങളുടെ രൂപത്തിൽ ലഭ്യമാണ്, ഇതിലൊക്കെ ഈ ലഹരി കലർത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക സ്ഥലത്ത് അത്തരത്തിലുള്ള സംഗതികൾ ലഭ്യമായിരിക്കാം, അവിടേക്ക് വിദ്യാർത്ഥികളുടെ ഒരു പ്രവാഹം ഉണ്ടാകാം.
അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ സാധാരണ മിഠായി കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ ഒരു അനുഭൂതി കിട്ടുന്നതുകൊണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും കുട്ടികൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ അത് പലപ്പോഴും ഇത് ആദ്യം ഉപയോഗിക്കുമ്പോൾ ഇതാണ് സംഗതി എന്ന് അവരറിയുന്നില്ല. എന്തോ സവിശേഷ തരമുള്ള ഒരു ടേസ്റ്റുള്ളൊരു പദാർത്ഥം എന്ന് മാത്രമായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷെ പിന്നീട് അവർ പരസ്പരമുള്ള ചർച്ചകളിൽ നിന്ന് അല്ലെങ്കിൽ മുതിർന്ന കുട്ടികൾ പറയുന്നതിൽ നിന്ന് ലഹരി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കും. പക്ഷേ അപ്പോഴേക്കും ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കാനുള്ളൊരു പ്രവണത വന്ന് അവരതിന് അടിമപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ആദ്യമായി കുട്ടികൾ ലഹരി ഉപയോഗിക്കുമ്പോൾ കണ്ടുവരുന്ന പ്രകടമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാനസികമായും ശാരീരികമായും എന്തൊക്കെ മാറ്റങ്ങളാണ് കുട്ടികളിൽ ഉണ്ടാകുന്നത്? സാധാരണ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ മുൻഭാഗത്ത് നെറ്റിയുടെ പുറകിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നൊരു ഭാഗമുണ്ട്. അവിടെ ഡോപ്പമിൻ എന്നൊരു രാസവസ്തുവുണ്ട്. ഈ ഡോപ്പമിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് ഏകാഗ്രതയും സന്തോഷവും ഒക്കെ കിട്ടുന്നത്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിൽ ഈ ഡോപ്പമിൻ്റെ അളവ് പൊടുന്നനെ അങ്ങ് കൂടുന്നു. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ആദ്യ നിമിഷങ്ങളിൽ നല്ല തെളിഞ്ഞ ചിന്ത, അല്ലെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥ, ചിന്തകളുടെ വേഗത കൂടുന്നു, ഓർമ്മ കൂടുന്നു, അങ്ങനത്തെ ഒരു അനുഭവമായിരിക്കും. അല്പം കൂടെ കഴിയുമ്പോഴേക്കും വലിയ സന്തോഷം ലഭിക്കുന്ന ഒരു അവസ്ഥ വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം വലിയ അളവ് ഈ ലഹരി വസ്തു ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് ലഹരി വസ്തു ഉപയോഗിക്കുകയൊക്കെ ചെയ്താൽ ഈ ഡോപ്പമിൻ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കൂടും. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് കൂടുമ്പോൾ ചിത്തഭ്രമ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. ചെവിയിൽ ആരോ സംസാരിക്കുന്ന പോലെയുള്ള അശരീരി ശബ്ദങ്ങൾ മുഴങ്ങാം, അല്ലെങ്കിൽ ആരോ തന്നെ കൊല്ലാൻ വരുന്നു എന്ന മട്ടിലുള്ള തോന്നലുകൾ വരാം. ചുറ്റുമുള്ളവരെല്ലാം തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നുള്ള സംശയങ്ങൾ വരാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അക്രമ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്കാണ് ലഹരി വസ്തുജന്യ ചിത്തഭ്രമം അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. അത് ഈ ആധുനികകാല രാസലഹരികളും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്നൊരു മാനസിക പ്രശ്നമാണ്. ഒരു കുട്ടിയെ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? മാതാപിതാക്കൾക്ക് ഇത് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാനായി സാധിക്കും? ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് സംശയം തോന്നിപ്പിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, വളരെ നന്നായിട്ട് വീട്ടുകാരോടൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ഉൾവലിയുന്നു, മുറിക്കുള്ളിൽ മണിക്കൂറുകളോളം അടച്ചിരിക്കുന്നു, മാതാപിതാക്കളോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല, രാത്രിയിൽ ഉറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുന്നു, അതുപോലെ ശബ്ദങ്ങളോട് അസഹിഷ്ണുത കാണിക്കുന്നു. അപ്പോൾ അവൻ്റെ പേര് ചൊല്ലി വിളിച്ചാലോ TV ഉറക്ക വെച്ചാലോ കതവ് വലിച്ചടച്ചാലോ ഒക്കെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു. നേരത്തെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നൊരു കുട്ടിയായിരുന്നില്ല. അപ്പോൾ ഈ അടിസ്ഥാന സ്വഭാവത്തിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റം പ്രകടമായാൽ സംശയിക്കണം. അതുപോലെ പകൽ സമയത്ത് ഉറക്കം തൂങ്ങുന്നു, ശരീരം വല്ലാതെ മെലിഞ്ഞ് ശോഷിച്ച് ക്ഷീണിച്ച് വരുന്നു, ശരീരത്ത് പല ഭാഗത്തും മുറിപ്പാടുകൾ കാണുന്നു, ഇടയ്ക്ക് ചോരയൊലിക്കുന്ന പോലെയുള്ള പാടുകൾ കാണുന്നു, കണ്ണുകൾ സദാസമയം ചുമന്ന് ഇരിക്കുന്നു, സംസാരത്തിലൊരു വ്യക്തതയില്ലായ്മ പ്രകടമാകുന്നു. ഇതും സംശയിക്കേണ്ട ചില ലക്ഷണങ്ങളാണ്. മറ്റൊന്ന്, ഇതുവരെയുള്ള കൂട്ടുകാരൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷരാകുകയും പുതിയ ചില കൂട്ടുകാർ രംഗപ്രവേശം ചെയ്യുകയും ചെയ്യുന്നു. ഈ കൂട്ടുകാർ ആരാണെന്ന് ചോദിച്ചാൽ അവരെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും മാതാപിതാക്കളോട് പറയില്ല. പലപ്പോഴും പ്രായത്തിൽ വളരെ മുതിർന്ന കൂട്ടുകാരായിരിക്കും. അവരുടെ വീട് എവിടെയാണ് അതൊന്നും പറയില്ല. ചിലപ്പോൾ ഈ കൂട്ടുകാരുടെ കൂടെ പുറത്ത് പോകും, എവിടെയാണ് പോകുന്നതെന്നോ ഒന്നും പറയില്ല, വരുന്നത് വളരെ വൈകിയായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് സംശയം ജനിപ്പിക്കേണ്ട ലക്ഷണങ്ങളാണ്. പക്ഷേ ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ 6 ലക്ഷണങ്ങളാണ്. താഴെ പറയുന്ന 6 ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും അയാൾ കുറച്ച് നാളായിട്ട് പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് കരുതാം. ഒന്ന്, സദാസമയം ഈ ലഹരി വസ്തുവിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയാണ്. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ ലഹരി ഉപയോഗിക്കാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹത്തെ എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. സ്കൂളിലിരിക്കുമ്പോഴും ക്ലാസ്സിലിരിക്കുമ്പോഴും ഒക്കെ വൈകിട്ട് ഈ ലഹരി ഉപയോഗിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. 2, ഈ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിൻ്റെ അളവും അത് ഉപയോഗിക്കുന്ന സമയവും നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു. 10 മിനിറ്റിനകം ഇത് ഉപയോഗിച്ച് നിർത്താമെന്ന് പറഞ്ഞ് തുടങ്ങി മണിക്കൂറുകളോളം ഉപയോഗിക്കുന്നു. ചെറിയ അളവ് ഉപയോഗിച്ച് നിർത്താമെന്ന് കരുതി മണിക്കൂറുകളോളം ഒരുപാട് അളവ് ഉപയോഗിച്ച് ചിലപ്പം ബോധം കെട്ട് വീഴുന്ന അവസ്ഥ. ഈ നിയന്ത്രണമില്ലായ്മയാണ് രണ്ടാമത്തേത്. 3, ഒരു നിശ്ചിത ആഹ്ലാദ അനുഭൂതി കിട്ടാൻ ക്രമേണ കൂടുതൽ അളവ് ലഹരി ഉപയോഗിക്കേണ്ടി വരുന്നൊരവസ്ഥ, ടോളറൻസ് എന്ന് പറയും. അപ്പോൾ ആദ്യം വളരെ ചെറിയൊരു പൊട്ട് ഉപയോഗിച്ചാൽ തന്നെ അവർക്കൊരു കിക്ക് കിട്ടുമെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ അളവ് കൂടി വരും. 4, പൊടുന്നനെ ഈ ഉപയോഗിക്കുന്ന ലഹരി കിട്ടാതെ വന്നാൽ ചില പിൻവാങ്ങൽ ലക്ഷണങ്ങൾ വരാം. പ്രധാനമായിട്ടും ഏത് ലഹരിയാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ചാണ് പിൻവാങ്ങൽ ലക്ഷണം. ഇപ്പം നിരന്തരം മദ്യപിക്കുന്ന ഒരാൾ പെട്ടെന്ന് മദ്യം കിട്ടാതെ വന്നാൽ ഉറക്കക്കുറവ്, വിറയൽ, ചിലപ്പോൾ സ്ഥലകാല ബോധമില്ലായ്മയും വിഭ്രാന്തിയും അപസ്മാരവും വരെയുള്ള പിൻവാങ്ങൽ ലക്ഷണങ്ങൾ വരാം. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ഈ ബ്രൗൺ ഷുഗർ വിഭാഗത്തിൽപ്പെട്ടതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് കിട്ടാതെ വന്നാൽ
കഠിനമായ തലവേദന, ശരീരം വേദന, കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുന്ന അവസ്ഥ, തലയൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കാൻ തോന്നുന്ന അവസ്ഥ, ഭീകരമായ അക്രമ സ്വഭാവം, ഇതൊക്കെ വരാം. അപ്പോൾ ഏത് വസ്തുവാണോ അതിനനുസരിച്ച് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ മാറ്റം വരും. അഞ്ചാമത്തെ ലക്ഷണം, മറ്റൊരു കാര്യവും ഇവർക്ക് സന്തോഷം പകരുന്നില്ല. ഈ ലഹരി വസ്തു മാത്രമാണ് ഇവർക്ക് സന്തോഷം നൽകുന്ന ഏക കാര്യം. കളിക്കാൻ പോകാനോ യാത്രകൾക്ക് പോകാനോ സിനിമ കാണാനോ പാട്ട് കേൾക്കാനോ ഒന്നിനും ഇവർക്ക് താല്പര്യമുണ്ടാവില്ല. ആറാമത്തെ ലക്ഷണം, ഈ പോക്ക് ശരിയല്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം. ഈ ഒരു അടിമത്തം ഇവരെ അപകടത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് ഇവർക്ക് തന്നെ അറിയാം. എന്നാലും ഇതങ്ങോട്ട് ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ 6 ലക്ഷണങ്ങളിൽ 3 ആ ഒരു കുട്ടി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അയാൾ ലഹരി വസ്തുവിനെ അടിമപ്പെട്ടു, ചികിത്സ ആവശ്യമുള്ള ഒരു വിഷയമാണത്. ആൺകുട്ടികൾ മാത്രമാണോ ലഹരി ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നത്? പെൺകുട്ടികൾക്കിടയിലും ലഹരിയുടെ ഉപയോഗം എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരിക്കുന്നു? ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കൂടുതലായിട്ട് ആൺകുട്ടികളിൽ മാത്രമാണ് ഇത് കണ്ടുവന്നിരുന്നതെങ്കിലും ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പെൺകുട്ടികളും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് രാസലഹരികൾ, സിന്തറ്റിക് ലഹരികൾ, അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കലാലയങ്ങളിലും അതുപോലെ ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളും ധാരാളമായിട്ട് ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഈ ലഹരി അടിമത്വം എന്ന അവസ്ഥ പെൺകുട്ടികളിലും ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗം കണ്ടെത്തിയാൽ നമുക്ക് ആദ്യമായി ചികിത്സിക്കാൻ കഴിയുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? പ്രഥമ ശുശ്രൂഷ എന്ന രീതിയിൽ നൽകാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചികിത്സാ രീതികൾ നിലവിൽ ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളൊരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ ഉടനെ എടുത്തു ചാടി അവനെ വഴക്ക് പറയുകയോ ശപിക്കുകയോ വീട്ടിൽ നിറക്കി വിടുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഈ ലഹരി ഉപയോഗം വ്യാപകമാണ് കുട്ടികളുടെ ഇടയിൽ. ഏത് സാഹചര്യത്തിലാണ് അവൻ ലഹരി ഉപയോഗത്തിലേക്ക് പോയതെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ആദ്യത്തെ ദൗത്യം. അപ്പോൾ അതിന് സമാധാനപരമായി അവരെ വിളിച്ചിരുത്തി എന്താണ് പ്രശ്നം, എന്താണ് നിനക്ക് പറ്റിയത്, എങ്ങനെയാണ് നീ ഇതിലേക്ക് എത്തിയതെന്ന് ഒന്ന് ചോദിക്കണം. അവർക്ക് പറയാനുള്ളത് അവരെ കളിയാക്കാതെ, കുറ്റപ്പെടുത്താതെ, അവരുടെ പ്രശ്നങ്ങളെ നിസാരവൽക്കരിച്ച് തള്ളാതെ, ഒട്ടും മുൻവിധികളില്ലാതെ ക്ഷമയോടെ അവസാനം വരെ കേൾക്കാൻ തയ്യാറാകണം. അത് രക്ഷിതാക്കളായാലും അധ്യാപകരായാലും ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെയാണ് ഇവർ ഈ ലഹരിയിലേക്ക് പോകാൻ ഇടയായ സാഹചര്യം എന്ന് മനസ്സിലാക്കാം. വീട്ടിലെ അന്തരീക്ഷത്തിലെ പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കാം. സ്കൂളിലെ എന്തെങ്കിലും വിഷയങ്ങളാണെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കാം. പഠനത്തിലെ പിന്നാക്കാവസ്ഥയാണ് അവരെ ഇതിലേക്ക് കൊണ്ടെത്തിച്ചതെങ്കിൽ പഠനം മെച്ചപ്പെടുത്താനുള്ള ചില പരിശീലനങ്ങൾ നൽകാം. ഇത് ഒരു അടിമത്വത്തിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ ഒട്ടും ഇരിക്കാൻ വയ്യ, ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ആ അവസ്ഥയിലേക്ക് ആ കുട്ടി പോകുന്നുവെങ്കിൽ അത് ചികിത്സ വേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ എത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് കൃത്യമായിട്ടുള്ളൊരു ലഹരി വിമോചന ചികിത്സ നൽകണം. ആ ചികിത്സയിലൂടെ അവരെ മുഖ്യധാരയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ലഹരിയുടെ ഉപയോഗം കുട്ടികളുടെ പഠനത്തെ എത്രത്തോളം ബാധിക്കുന്നു? ഈ ലഹരി ഉപയോഗം പഠനത്തെയും പെരുമാറ്റത്തെയും എല്ലാം വളരെ ദോഷകരമായി ബാധിക്കും. പലപ്പോഴും ഇത് ഉപയോഗിക്കുന്ന ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഈ ഡോപ്പമിൻ പെട്ടെന്ന് കൂടുമ്പോൾ ചിന്തകൾക്ക് കുറച്ച് വേഗത കൂടി ഒരു തെളിമ വന്നു എന്നൊക്കെ തോന്നുമെങ്കിലും നിരന്തരമായ ലഹരി ഉപയോഗം വരുമ്പോൾ ഇത് നേരെ വിപരീതമായിട്ട് ഭവിക്കുന്നു. ഓർമ്മയും ബുദ്ധിയും ഏകാഗ്രതയും ഒക്കെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഡോപ്പമിൻ കൂടുമെങ്കിലും ആ ഉപയോഗത്തിൻ്റെ സമയം കഴിയുമ്പോൾ കുത്തനെ ഡോപ്പമിൻ താഴേക്ക് വരും. അപ്പോൾ കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന പല കുട്ടികളും കുറച്ച് കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ നിർജീവമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. സംസാരിക്കുക പോലുമില്ല ആരോടും. മോട്ടിവേഷണൽ സിൻഡ്രോം എന്ന് പറയും. അതായത് ലഹരി ഉപയോഗിച്ച് അതിൻ്റെ അവർ കെട്ടുവിട്ട് കഴിയുമ്പോൾ ഡോപ്പമിൻ്റെ അളവ് വല്ലാതെ കുറയുമ്പോൾ വരുന്ന ഒരു നിഷ്ക്രിയാവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധ കുറയും, ഏകാഗ്രത കുറയും, ഓർമ്മ കുറയും, കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യം കുറയും, ജോലി ചെയ്യാനുള്ള കഴിവ് കുറയും. അതുപോലെ ആളുകളുമായിട്ടുള്ള ബന്ധത്തെയും അത് ബാധിക്കും. തീർച്ചയായിട്ടും നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഉൾവലിയാൻ തുടങ്ങും. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട സൗഹൃദങ്ങൾ മാത്രം നിലനിർത്താനുള്ള ഒരു താല്പര്യം വരും. പിന്നെ ഈ ലഹരി നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഡോപ്പമിൻ ഒരു പരിധിയിൽ കൂടുതൽ വർദ്ധിച്ചാൽ ചില സംശയങ്ങളും ഭയങ്ങളും ഒക്കെ തോന്നുമ്പോൾ അത് ചിലപ്പം അടുത്ത സുഹൃത്തുക്കളിലേക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിലേക്കായിരിക്കും അത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിലെ അമ്മ ഭക്ഷണത്തിൽ വിഷം കലർത്തി തരുന്നുണ്ട് എന്ന് ഈ ലഹരി വസ്തുജന്യ ചിത്തഭ്രമത്തിൻ്റെ ഭാഗമായിട്ട് തോന്നാം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മയെ അപായപ്പെടുത്താൻ പോലും മടിച്ചു എന്ന് വരില്ല. അപ്പോൾ ഈ രീതിയിൽ പഠനത്തെ താറുമാറാക്കും, ജോലി ചെയ്ത് ജീവിക്കാനുള്ള കഴിവിനെ അത് ബാധിക്കും, കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധത്തെയും ഒക്കെ ഈ ലഹരി ഉപയോഗം നശിപ്പിക്കും എന്നുള്ളതാണ് സത്യം. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറ്റ് അനുബന്ധ രോഗങ്ങൾ എന്തൊക്കെയാണ്? ശാരീരികമായി ഉണ്ടാകുന്ന മറ്റ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? രണ്ട് തരത്തിൽ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് രണ്ട് വിഭാഗം മാനസിക പ്രശ്നങ്ങൾ തന്നെയുണ്ട്. ഒന്ന് ലഹരി അടിമത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. രണ്ട്
ലഹരിയുടെ അപകടകരമായ ഉപയോഗം അല്ലെങ്കിൽ ഹാംഫുൾ യൂസ് എന്ന് പറയും. ഒരു ലഹരി വസ്തു ഉപയോഗിച്ച് അതിൻ്റെ ഫലമായി എന്തെങ്കിലും ശാരീരികമോ മാനസികവുമായ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായ ആൾ പിന്നീട് ചെറിയ അളവിൽ അതേ ലഹരി ആവർത്തിച്ച് ഉപയോഗിച്ചാലും അത് അപകടകരമായ ഉപയോഗമാണ്. ഇപ്പം മദ്യം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് സിറോസിസ് കരളിൽ വന്നൊരാൾ 30 ml കള്ള് കുടിച്ചാൽ പോലും ഹാംഫുൾ യൂസാണ്. കഞ്ചാവ് ഉപയോഗിച്ച് ചിത്തഭ്രമം വന്നൊരു വ്യക്തി ഒരു പഫ് കഞ്ചാവ് വലിച്ചാൽ പോലും അത് അപകടകരമായ ഉപയോഗമാണ്. ഇനി ഈ ലഹരിജന്യ ആരോഗ്യ പ്രശ്നങ്ങൾ, സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ഹെൽത്ത് പ്രോബ്ലംസ്, അത് ശാരീരികമായും മാനസികമായും ഉള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്ന MDMA, ആംഫിറ്റമിൻ വിഭാഗത്തിൽപ്പെടുന്നൊരു ലഹരിയാണ്. അത് വലിയ അളവ് ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ചെറിയ അളവ് നിരന്തരമായി ഉപയോഗിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് രക്തസമ്മർദ്ദം കൂടാം. തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തസമ്മർദ്ദം പെട്ടെന്ന് കൂടുമ്പോൾ ഒന്നുകിൽ ആ രക്തക്കുഴലുകൾ പൊട്ടും, രക്തക്കുഴലുകൾ പൊട്ടി മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടാകാം, അത് മരണത്തിലേക്ക് വരെ കാരണമാകാം. സമീപകാലത്ത് അത്തരം ചില കുട്ടികൾ മരണപ്പെട്ട റിപ്പോർട്ടുകളും നമ്മുടെ നാട്ടിൽ വന്നിരുന്നു. അല്ലെങ്കിൽ ഈ രക്തഓട്ടം തടസ്സപ്പെടുന്നൊരവസ്ഥ വരും. രക്തം കട്ട പിടിച്ച് തലച്ചോറിലേക്കുള്ള രക്തഓട്ടം തടസ്സപ്പെട്ട് പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഒരു സൈഡ് തളർന്നു പോവുക, ചുണ്ട് കോടി പോവുക, ഇത്തരം ലക്ഷണങ്ങൾ വരും. ഇനി ചില ലഹരി വസ്തുക്കൾ ഹൃദയത്തിൻ്റെ താളക്രമത്തിനെ ബാധിക്കും. ഈ ആംഫിറ്റമിൻ അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ ബാധിക്കും, അത് ഹൃദയത്തിൻ്റെ പേശികളുടെ കാര്യക്ഷമതയെ ബാധിക്കും, അത് ക്രമേണ ഹൃദ്രോഗത്തിലേക്ക് നയിക്കാം. കിഡ്നി, കരൾ, പാൻക്രിയാസ് തുടങ്ങി നിരവധി ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഈ ലഹരി വസ്തുക്കൾ ബാധിക്കാം. അതുപോലെ ഈ ലഹരി വസ്തുക്കൾ തലച്ചോറിനെ ബാധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, പെട്ടെന്നുണ്ടാകുന്ന അക്രമ സ്വഭാവം, ഇങ്ങനത്തെ വിഷയങ്ങൾ വരാം. നിരവധി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ചിത്തഭ്രമം നമ്മൾ സംസാരിച്ചു, വിഷാദരോഗം വരാം. നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ ലഹരി വസ്തുജന്യ വിഷാദരോഗം എന്നൊരു സംഗതി വരാം. ലഹരി വസ്തുജന്യ ഉത്കണ്ഠ രോഗങ്ങൾ വരാം. അതുപോലെ ചില ലഹരി വസ്തുക്കൾ നിരന്തരമായി ഉപയോഗിച്ചാൽ ലൈംഗിക ശേഷി കുറവുണ്ടാകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കൗമാരത്തിൽ തന്നെ ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അവർ യൗവനത്തിലേക്ക് എത്തുമ്പോൾ ലൈംഗിക ശേഷി ഇല്ലായ്മ വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ശരീരത്തിനെയും മനസ്സിനെയും സമ്പൂർണ്ണമായി തകർക്കുന്ന പദാർത്ഥങ്ങൾ തന്നെയാണ് ഇത്. ഒരു തരത്തിലുള്ള ഗുണവും ഇതുമൂലം ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ലഹരി പദാർത്ഥങ്ങൾ എത്ര നാൾ ഉപയോഗിക്കുന്നതിനാണ് ഒരു വ്യക്തി ലഹരിയുടെ അടിമയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്? അല്ല, സാധാരണ ഒരു വ്യക്തി അടിമപ്പെട്ടു എന്ന് മനസ്സിലാക്കണമെങ്കിൽ 1 വർഷമെങ്കിലും അയാൾ ലഹരി ഉപയോഗിച്ചാൽ, അതാണ് ലോകാരോഗ്യ സംഘടനയുടെ രോഗനിർണയ മാനദണ്ഡങ്ങൾ പറയുന്നത്. പക്ഷേ മുതിർന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അവരുടെ തലച്ചോറിൻ്റെ വളർച്ച പൂർത്തിയായതുകൊണ്ട് ഈ ലഹരി ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ച് പരിമിതമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കുട്ടികളുടെ തലച്ചോറ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. 24 വയസ്സ് വരെ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ച പൂർത്തിയാകുന്നതിന് മുമ്പേ, തലച്ചോറിൻ്റെ വളർച്ച പൂർത്തിയാകുന്നതിന് മുൻപേ ലഹരി ഉപയോഗിച്ചാൽ ഈ തലച്ചോറിൻ്റെ വളർച്ചയിൽ ഉണ്ടാകേണ്ട സ്വാഭാവികമായ വികാസം സംഭവിക്കാതെ വരികയും അത് ഒരു ബുദ്ധിയെയും ഓർമ്മയെയും പോലെയുള്ള അടിസ്ഥാന ധർമ്മങ്ങളെ ബാധിച്ച് ഭാവിയിൽ അവരുടെ കഴിവുകളെ തന്നെ ഇല്ലാതെയാക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ്. ചികിത്സയിലൂടെ ലഹരിക്ക് അടിമയായ ഒരു വ്യക്തിയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എത്ര നാൾ ചികിത്സിക്കേണ്ടി വരുന്നു? സാധാരണ ലഹരി വിമോചന ചികിത്സ 2 ഘട്ടങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യ ഘട്ടം ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ വിഷവിമോചന ചികിത്സ എന്ന് പറയും. ഈ ലഹരി വസ്തു ഉപയോഗിച്ചത് മൂലം പെട്ടെന്നുണ്ടായിട്ടുള്ള ശാരീരികവും മാനസികവുമായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ലഹരി വസ്തു നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ പരിഹരിക്കുക. ഇത്രയാണ് ആ ഘട്ടത്തിൽ. അതൊരു 7 ദിവസം മുതൽ 10 ദിവസം വരെയാണ് മിക്കവാറും ആളുകളിൽ ഈ ഘട്ടം നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ലഹരി വസ്തുജന്യ ചിത്തഭ്രമമൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട ചിത്തഭ്രമ വിരുദ്ധ ഔഷധങ്ങൾ കൊടുക്കേണ്ടി വരും. പെട്ടെന്ന് ലഹരി വസ്തു നിർത്തുമ്പോൾ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ വരാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഈ ലഹരി വസ്തു ഉപയോഗിച്ചത് മൂലം വന്നിട്ടുള്ള ആന്തരിക പ്രശ്നങ്ങൾ, അത് ചിലപ്പം വയറ്റിൽ അൾസറാകാം, കരളിൻ്റെ അസുഖങ്ങളാകാം, ആവർത്തിച്ചുള്ള ഛർദിലാകാം, അത് പരിഹരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ശരീരത്തിലെ ലവണങ്ങളുടെ അല്ലെങ്കിൽ ജീവകങ്ങളുടെ അളവിൽ കുറവ് വരാം ഇവരിൽ, അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ വഴി ഒരു 10 ദിവസം കൊണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും. പക്ഷേ അടുത്ത ഒരു ഘട്ടം ചികിത്സ കൂടെയുണ്ട്. കാരണം ഇത് ഈ 10 ദിവസം കൊണ്ട് ഇവരുടെ ഈ പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു, പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഭേദപ്പെടുത്തി ഇവർ തിരിച്ചു പോകുന്നത് പഴയ അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ്. ലഹരി ഉപയോഗിക്കുന്ന സൗഹൃദങ്ങളുള്ള ഒരു സമൂഹത്തിലേക്കാണ് ഇവർ തിരിച്ചു പോകുന്നത്. അപ്പോൾ വീണ്ടും പുനഃപതനം അല്ലെങ്കിൽ റിലാപ്സ്
എന്ന് പറഞ്ഞൊരു അവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. വീണ്ടും ഇവർ ലഹരി ഉപയോഗിച്ച് പഴയ പോലെ അടിമപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാണ് രണ്ടാം ഘട്ട ചികിത്സ, പുനഃപതന പ്രതിരോധ ചികിത്സ അല്ലെങ്കിൽ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇത് 6 മാസം മുതൽ 9 മാസം വരെ നീണ്ടു നിൽക്കും. ഈ ഘട്ടത്തിൽ 3 തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, ഈ ലഹരി വസ്തുക്കളോടുള്ള ആസക്തി കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ആ മരുന്നുകൾ 9 മാസം വരെ തുടരേണ്ടി വരും. 2, മനഃശാസ്ത്ര ചികിത്സകളാണ്. മോട്ടിവേഷൻ എൻഹാൻസ്മെൻറ്റ് തെറാപ്പി എന്ന് പറഞ്ഞൊരു ചികിത്സാ രീതിയുണ്ട്. ഈ ലഹരി വസ്തുവിൽ നിന്നും വിടുതലിന് വേണ്ടി ഇവരെ പ്രേരിപ്പിക്കേണ്ട സംഗതി. അപ്പോൾ ഇവിടെ ഈ ലഹരി വസ്തു അല്ലാതെ സന്തോഷം ഉണ്ടാക്കാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്ന് സ്വയം തിരിച്ചറിയാനും അത്തരത്തിൽ സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇവരെ പൂർണ്ണമായിട്ട് വ്യാപൃതരാക്കുക വഴി ലഹരിയെക്കുറിച്ച് ഇവർ ചിന്തിക്കേണ്ട സാഹചര്യം ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ചിലർക്ക് അനുബന്ധമായി അടിസ്ഥാനപരമായിട്ട് ചില പ്രശ്നങ്ങൾ കാണും. അത് ചിലപ്പോൾ ഉത്കണ്ഠാ രോഗങ്ങളാകാം, വിഷാദ രോഗങ്ങളാകാം, പഠന പ്രശ്നങ്ങളാകാം, ശ്രദ്ധക്കുറവാകാം. ആ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ ഇതിനോടൊപ്പം ചികിത്സിച്ച് ഭേദപ്പെടുത്തേണ്ടതുണ്ട്. 3, കുടുംബാംഗങ്ങൾക്കുള്ള പരിശീലനമാണ്, ഫാമിലി തെറാപ്പി എന്ന് പറയും. ഗാർഹിക അന്തരീക്ഷത്തിലെ പോരായ്മകൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നുവെങ്കിൽ അത് പരിഹരിച്ച് വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം ആരോഗ്യകരമാക്കി മാറ്റി അവരും കുട്ടിയും തമ്മിൽ എങ്ങനെ വേണം ഇടപെടാൻ എന്നവരെ പരിശീലിപ്പിച്ച് ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് തുടർന്നാൽ 9 മാസക്കാലത്തെ ചികിത്സ കൊണ്ട് നല്ലൊരു ശതമാനം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് അതിൽ നിന്ന് സ്വയം പുറത്തു വരാൻ സാധിക്കുമോ? അടിമത്വത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ തിരിച്ചു വരാൻ സാധിക്കും. അപ്പോൾ വല്ലപ്പോഴും മാത്രം ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് അതൊരു അടിമത്വത്തിലേക്ക് അയാൾ എത്തിച്ചേർന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചില ലക്ഷണങ്ങൾ മനസ്സിലാവും. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ചില പ്രത്യേക ആഹ്ലാദം കിട്ടുന്നു, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് തീവ്രമായ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അക്രമാസക്തനാകുന്നതായിട്ട് മറ്റുള്ളവർ പറയുന്നു, എൻ്റെ പഠനം മോശമാവുന്നു. ഇത്തരം ചില തിരിച്ചറിവുകൾ വന്നാൽ ആ കുട്ടിക്ക് സ്വയം ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് വരാനായിട്ട് പറ്റും. പക്ഷേ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ വരണം. ഉദാഹരണത്തിന് കായിക വ്യായാമങ്ങൾ അല്ലെങ്കിൽ കലാപരമായ കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശീലിക്കാനും പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ, അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഹാപ്പിനെസ്, സന്തോഷം കിട്ടാൻ മറ്റെന്തെങ്കിലും ഒരു ആരോഗ്യകരമായ മാർഗം ഇവർ കണ്ടെത്തി അതിലോട്ട് പൂർണ്ണമായിട്ട് മനസ്സ് അർപ്പിച്ചാൽ അവർക്ക് സ്വന്തം നിലയ്ക്ക് ഇതിൽ നിന്ന് പുറത്തു വരാം. പക്ഷേ ഈ ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് പലപ്പോഴും സ്വന്തം നിലയ്ക്ക് പുറത്തു വരാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ചികിത്സയിലൂടെ വേണം അവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ. എന്തൊക്കെ രീതിയിൽ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നതൊന്ന് വിശദീകരിക്കാമോ? ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം വീട്ടിൽ തന്നെ ഇപ്പോൾ അയാളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ ഗാർഹിക അന്തരീക്ഷം മോശമായിരിക്കും. ഗാർഹിക പീഡനങ്ങളും വഴക്കുകളും ഒക്കെ ആയിട്ട് അവിടുത്തെ അന്തരീക്ഷം കലുഷിതമായിരിക്കും. ലഹരി ഉപയോഗിച്ച് അയൽ വീടുകളിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കുക, അയാൾ ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കുക, സാധനങ്ങൾ നശിപ്പിക്കുക. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന പലർക്കും ജോലി ഉണ്ടാകില്ല, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും. അപ്പോൾ വരുമാനമില്ലാതെ വരുമ്പോൾ പണമുണ്ടാക്കാൻ, ലഹരി വാങ്ങാനുള്ള പണമുണ്ടാക്കാനായിട്ട് സാമൂഹ്യ വിരുദ്ധമായ രീതികളിലേക്ക് ഇവർ നീങ്ങും. അത് മോഷണമായിരിക്കാം, കൊട്ടേഷൻ പ്രവർത്തനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ലഹരി വിപണനത്തിൻ്റെ തന്നെ കണ്ണികളിൽ ഭാഗമാകുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ശരിക്കും അവരുടെ ജീവിതം പൂർണ്ണമായിട്ടും ഒരു സാമൂഹ്യ വിരുദ്ധമായ ദിശയിലേക്ക് നീങ്ങുകയാണ്. ഇത് തീർച്ചയായിട്ടും വലിയ അപകടം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു വിഷയം അവസാനിപ്പിക്കാനുള്ള ഈ സാഹചര്യത്തിൽ മാതാപിതാക്കളോട് സാറിന് പറയാനുള്ളൊരു മെസ്സേജ് എന്താണ്? ഒന്ന്, മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഊഷ്മളമായൊരു വൈകാരിക ബന്ധം തുടർച്ചയായിട്ട് ഉണ്ടാകണം. പല വീടുകളിലും കുട്ടികൾ ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളൊന്ന് പിൻവലിയും. ഇനിയിപ്പോൾ അവന് പഠിക്കാനുള്ള സൗകര്യം മാത്രം ഒരുക്കി കൊടുത്താൽ മതി, ഏറ്റവും നല്ല ട്യൂഷൻ കൊണ്ട് ഏർപ്പാടാക്കിയാൽ മതി, ബാക്കി ഇനി അവൻ പഠിച്ചോളും എന്നാണ് മാതാപിതാക്കൾ കരുതുന്നത്. ശരിയല്ല. കൗമാരപ്രായത്തിലേക്ക് എത്തിയ ഒരു കുട്ടിയും സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു കൊച്ചുകുട്ടി തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും ആ കുട്ടിയോടൊപ്പം ചെലവഴിക്കാൻ മാതാപിതാക്കൾ എത്ര തിരക്കുണ്ടെങ്കിലും സമയം കണ്ടെത്തിയേ പറ്റൂ. ആ അരമണിക്കൂർ അവന് സംസാരിക്കാനുള്ള കാര്യങ്ങൾ കേൾക്കേണ്ട സമയമാണ്. അവനെ ഉപദേശിക്കുകയോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ഒന്നും ചെയ്യേണ്ട സമയമല്ല. അവന് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമാപൂർവ്വം കേൾക്കണം. അതുവഴി അവൻ്റെ ആശയവിനിമയ ശേഷി മെച്ചപ്പെടുകയും ചെയ്യും. അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുസ്വാധീനമുണ്ടായാൽ,
ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ബേക്കറിയിൽ നിന്നൊരു മിഠായി കഴിച്ചപ്പോൾ ഒരു സവിശേഷമായ ഒരു അനുഭൂതി ഉണ്ടായി എന്നത് കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റും ഇത് ലഹരിയാകാം എന്ന് മനസ്സിലാക്കി തുടക്കത്തിൽ തന്നെ ഇടപെടാൻ പറ്റും. തുടക്കത്തിൽ തന്നെ അവൻ ലഹരിയിലേക്ക് പോകാതെ തടയാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കും. അപ്പോൾ ഇതേപോലെ മറ്റൊരു കാര്യം കൂടെ ചെയ്യേണ്ടത് സ്കൂളിലെ അധ്യാപകരുമായിട്ട് ഒരു നല്ല ആശയവിനിമയം വേണം. സ്കൂളിൽ ഒരുപക്ഷെ സംഘം ചേർന്ന് ഇത്തരം സംഗതികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള അധ്യാപകർക്ക് അറിയാൻ പറ്റും. അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ അധ്യാപകരുമായിട്ട് ഒന്നുമല്ലെങ്കിൽ ഫോണിലൂടെയെങ്കിലും ഒന്ന് ആശയവിനിമയം നടത്തി അധ്യാപകർ പറയുന്ന ഒരു ഫീഡ്ബാക്കിനെ ഗൗരവമായിട്ട് എടുക്കണം. നന്നായി പഠിക്കുന്നൊരു കുട്ടി ഇപ്പോൾ കുറച്ച് ഉഴപ്പുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് കട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് എടുക്കണം. എൻ്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു നിഷേധ സമീപനത്തിലേക്ക് പോകരുത്. അധ്യാപകർ പറയുന്നതിനെ ഗൗരവമായിട്ടെടുത്ത് കുട്ടിയോട് ചോദിക്കണം. കുട്ടിയെ വഴക്ക് പറയുകയോ അടിക്കുകയോ അല്ല ചെയ്യേണ്ടത്, സമാധാനപരമായിട്ട് ചോദിക്കണം. എന്താണ് പ്രയാസം, ഇപ്പോൾ പഠിക്കാൻ എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് അറിയണം. ആ സുഹൃത്തുക്കളുടെ മാതാപിതാക്കളുമായിട്ട് നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്താൽ ഈ സുഹൃത്ത് വലയത്തിലുള്ള ഏതെങ്കിലും ഒരു കുട്ടി ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ മാതാപിതാക്കളുടെ തമ്മിലുള്ള ആശയവിനിമയം വഴി തുടക്കത്തിലേ അറിയാം, തുടക്കത്തിലേ ഇടപെടാനും പറ്റും, അവരെ ഒരു അടിമത്വത്തിലേക്ക് പോകാതെ നമുക്ക് സംരക്ഷിച്ചു നിർത്താനും സാധിക്കും. സാറിൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് എത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ലഹരി ഉപയോഗത്തെ പറ്റിയുള്ള ഒരു കേസ് പ്രസൻറ്റ് ചെയ്യാമോ? കുറച്ച് നാൾ മുൻപ് എൻ്റെ അടുത്തേക്ക് വന്നത് 16 വയസ്സുള്ളൊരു ആൺകുട്ടി, +1 പഠിക്കുന്നൊരു ആൺകുട്ടിയാണ്. അവന് 10 വരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയാണ്. പക്ഷേ 10ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി നൽകുകയും അതിൽ കൂടുതൽ നേരം അങ്ങ് വ്യാപൃതനാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുമായിരുന്നു. അപ്പോൾ പണ്ട് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട്, പക്ഷേ പുതിയ ചില കൂട്ടുകാരൊക്കെ വരുന്നു. അപ്പോൾ അത് മുതിർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് എന്ന് വീട്ടുകാരും വിചാരിച്ചു. അപ്പോൾ പോയിട്ട് വളരെ വൈകി തിരിച്ചു വരുന്നു. എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയതാണ് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ പറയുന്നു. പക്ഷെ പിന്നീട് പതിയെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വീട്ടുകാർക്ക് തോന്നി തുടങ്ങി. നിസ്സാര കാര്യത്തിന് ദേഷ്യപ്പെടുന്നു, രാത്രിയിൽ ഉറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ കണ്ടപ്പോൾ വീട്ടുകാർക്കൊരു സംശയം തോന്നി. പക്ഷേ അപ്പോഴും ഈ കുട്ടി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. +1 ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞാണ് അടുത്ത ഒരു ബുദ്ധിമുട്ട് വരുന്നത്. 10ൽ വളരെ നല്ല മാർക്ക്, എല്ലാത്തിനും A+ ഒക്കെ കിട്ടിയ കുട്ടിയാണ്. +1 എത്തിക്കഴിഞ്ഞപ്പോൾ പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പല ദിവസങ്ങളിലും രാവിലെ സ്കൂളിൽ എത്തുന്നു, പക്ഷെ 1-2 പീരീഡ് കഴിയുമ്പോൾ സ്കൂളിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നൊരവസ്ഥ വന്നു. അപ്പം ഇങ്ങനെ പോയപ്പോഴാണ് അത് വീട്ടുകാർക്ക് എന്തോ ഒരു പ്രശ്നം കൂടെ തോന്നി. പക്ഷേ അപ്പോഴും അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു, ക്ലാസ് ഭയങ്കര ബോറായിരുന്നു, സഹിക്കാൻ പറ്റാത്ത ക്ലാസ്, അതുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ലൈബ്രറിയിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു. ഇങ്ങനത്തെ ചില വിശദീകരണങ്ങളാണ്. ഒരു ദിവസം ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി, ഇദ്ദേഹത്തിന് ബൈക്കൊന്നും ഇവർ പഠിപ്പിച്ചിട്ടുമില്ല, ബൈക്ക് കൊടുത്തിട്ടുമില്ല. ആരുടെയും ഒരു ബൈക്ക് ഇദ്ദേഹം എടുത്തുകൊണ്ട് ഓടിക്കുകയും ആ ബൈക്ക് ഒരു ആക്സിഡൻ്റ് ആയതിനു ശേഷമാണ്, അത് രാത്രി വളരെ വൈകി ഒരു സമയത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഈ കാലിന് പരിക്ക് പറ്റി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ഉറക്കമില്ല, വിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ കാലിൻ്റെ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് എൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ചില ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ലക്ഷണങ്ങൾ വ്യക്തമായിരുന്നു. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ചില ടെസ്റ്റുകൾ വഴി ലഹരി വസ്തുക്കളുടെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. മൂത്രവും രക്തമൊക്കെ പരിശോധിക്കുന്ന വഴി ആ ടെസ്റ്റുകൾ വഴി ഇദ്ദേഹം ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് 10ാം ക്ലാസ് വരെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കഴിഞ്ഞു, അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഫ്രീ ആകണം എന്ന് ചേട്ടന്മാരൊക്കെ പറഞ്ഞു. ഇനി +1 എത്തിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അച്ഛനും അമ്മയെന്ന് പറയുന്ന കേൾക്കേണ്ട കാര്യമല്ല, ഒന്ന് ഫ്രീ ആകണമെന്ന് കരുതി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ചില ആളുകൾ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അത് ഉപയോഗിച്ചാലേ ഒരു പൗരുഷത്തിലേക്ക് പോവുകയുള്ളൂ എന്നുള്ള മട്ടിലുള്ള കുറേ തെറ്റിദ്ധാരണകൾ അവൻ്റെ മനസ്സിലേക്ക് കടത്തിവിട്ടു. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമെന്നുള്ള മട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടി ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത്. പുകവലി, മദ്യം, കഞ്ചാവ്, MDMA തുടങ്ങിയ പല പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഇതിന് പണം കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് വന്ന ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് 2-3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്ന അവസ്ഥ വന്നു. ചെറിയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥ വന്നു.
അത് കൂടാതെ ഈ ലഹരി വിപണനത്തിൻ്റെ ഒരു കണ്ണിയായിട്ടും ഇടയ്ക്ക് കുറച്ച് നാൾ പ്രവർത്തിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ കുട്ടി പക്ഷേ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇപ്പം അവൻ്റെ തന്നെ വിദ്യാലയത്തിലുള്ള ചില ആളുകൾ വഴി ലഹരി കിട്ടുന്നു എന്നുള്ള മട്ടിലൊക്കെയാണ് അത് പറഞ്ഞത്. അപ്പോൾ ആ വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്തു. ഈ കുട്ടിയെ നമ്മൾ ചികിത്സയിലേക്ക് കൊണ്ടുപോയി. ഒരാഴ്ച കൊണ്ട് തന്നെ അവൻ്റെ പിൻവാങ്ങൽ ലക്ഷണങ്ങളും അവൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അവൻ്റെ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ അവന് വലിയ താല്പര്യമില്ലാത്തൊരു ബ്രാഞ്ചിലേക്കാണ് വീട്ടുകാർ അവനെ കൊണ്ടുപോയി വെച്ചത്. അവന് ആ ഒരു ബ്രാഞ്ചല്ല മറ്റൊരു ബ്രാഞ്ചായിരുന്നു ഇഷ്ടം എന്നുള്ളതായിരുന്നു നിരവധി കാരണങ്ങളിലൊന്ന്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അവനെ പഠിത്തത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ ചെയ്തു, പഠനതന്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. അവന് ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ പ്രയാസങ്ങളെ പരിഹരിച്ചു. ഇപ്പോൾ ചികിത്സയൊക്കെ പൂർത്തിയാക്കി നല്ല രീതിയിൽ പഠിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണ +2 പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്ക് കിട്ടി തന്നെ ജയിച്ചിട്ടുണ്ട്. ഇനി എൻജിനീയറിങ്ങിൻ്റെ പ്രവേശന പരീക്ഷയൊക്കെ എഴുതി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ +1 കാലഘട്ടത്തിലുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെട്ടത് രക്ഷപ്പെട്ടു വന്നു എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഇങ്ങനൊരു പ്രശ്നം കുട്ടി കാണിക്കുമ്പോൾ അത് കുട്ടിയെ അങ്ങ് ഇനി ഒരിക്കലും ശരിയാകില്ല എന്ന് മുദ്ര കുത്തി അകറ്റി നിർത്തുന്ന ഒരിക്കലും ശരിയല്ല. ഈ വർഷം ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. അതിൻ്റെ സന്ദേശവാചകം തന്നെ വ്യക്തികളാണ് പ്രധാനം, ഒറ്റപ്പെടലും അവഹേളനവും ഒഴിവാക്കുക, പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശവാചകം തന്നെ. അപ്പോൾ ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് അവനിനി ഒരിക്കലും ശരിയാകില്ല എന്ന് കരുതി തള്ളിക്കളയരുത്. അവർക്ക് മുഖ്യധാരയിലേക്ക് വരാനൊരു അവസരം കൂടെ കൊടുക്കണം. ആ അവസരം ഉപയോഗപ്പെടുത്തിയാൽ കുറേയധികം ആളുകളെങ്കിലും രക്ഷപ്പെട്ടേക്കും എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം കുട്ടികൾക്കിടയിൽ നാം അറിയാതെ കടന്നുകൂടുന്ന ഈ മാരക വിഷയത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ഇത്രയും നല്ല അറിവ് പകർന്നു തന്നതിന് വളരെയധികം നന്ദി. നമസ്കാരം. നമസ്കാരം.